Sare sani sasagare ni sasare sani sasagare. മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നു. ആ കാല കറങ്ങി വീണേ മുതൽക്ക് ഉമ്മക്ക് അടിച്ചൊരിപ്പിക്കാനൊന്നും വിളിക്കൂലായിന്. ആരാണ് ഈ നിയമം ഉണ്ടാക്കിയത്? പള്ളയുണ്ടാകുമ്പോ കുമ്പിട്ട് അടിച്ചു പറഞ്ഞെന്നുള്ളത്. പൊന്നാന്നുണ്ടെങ്കിലോ 24 മണിക്കൂർ റൂമിൽ തന്നെ പുതുപ്പെണ്ണാന്ന് കരുതിയിട്ട് അതിനനുസരിച്ച് മാള് താത്തി ഇമ്മി നിന്നോടുക്കും. ഇപ്പാക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇപ്പ കാണാ പറയണേ, അതും പറയണില്ല. ഒന്നിന്റെ അമ്മ ഞാൻ കൊണ്ടേ മതിയായിരുന്നു പ്രസവത്തിന്. പിന്നെ ഞാൻ അടിച്ചു പറഞ്ഞത് ആരും കാണാൻ. ഇവളെ തന്നെയാണ് എന്റെ കയ്യിൽ കിട്ടേണ്ടത്. കണക്കന്നെ. മറ്റേ മാളും കണക്കാണ്, മറ്റേതും കണക്കന്നെ. പുതിയ മരുകൾ എന്താ പാടാണോ ഒന്നും കൊണ്ട് പറയില്ല. പൂവിയാവുമ്പോ ഒക്കെ പറയും. പൂവിയേ അല്ല പൂവിയേ, അന്നപ്പോ പുറത്തേക്ക് കാണലെന്നെ ഇയ്യല്ലോ. ഈ വൈക്കന്നെ കാണലില്ല. മറ്റേത് ഇജിന്റെ അടുത്തേക്ക് ആ മതിലിന്റെ അടുത്ത് വന്നുകാണ്ട് വർത്താനം പറയാനൊക്കെ വരുവായിന്ന്. ഇപ്പൊ അതൊന്നുമില്ല. എന്തേ പറ്റിയത്? അതിന്റെ അടുക്കൽ അന്നെ അന്റെ സാലൊക്കെ പാടെ പൊന്തിച്ച് കൊണ്ടേന്ന്. അതെന്തേന്ന്? ഇജ് പിന്നെയും തലയിറങ്ങി വീണാ? ആണോ? ഒരു ദിവസത്തേമാരിക്ക് പ്രഷർ കുറഞ്ഞിട്ടേ തലയിറങ്ങി വീണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിക്കണ്. ഒരു ഗ്ലൂക്കോസ് ഇട്ടുങ്ങാണ്ടേ അപ്പൊ തന്നെ പോന്നിക്കണ്. അല്ല എന്റെ പമ്പർന്നോളെ, ഇങ്ങനെ തലയിറങ്ങി വീഴുക, എന്നിട്ട് ഈ പെരയില് പണിയെടുക്കുക, നിറവയറോടെ നിൽക്കും ചെയ്യ. അനക്കെന്തോന്ന് ഒതുങ്ങി പെരയെ കുത്തിരുന്നാല്? അല്ലപ്പോ പുതിയ മരോള് വന്നിക്കണില്ലേ, ഓളെ കൊണ്ട് എടുപ്പിച്ചാ പോരാ എനിക്ക് പണി? ഇജന്നെ ഒക്കെ എടുക്കണം എന്നുണ്ടാ? അല്ലേ നമ്മളെടുക്കേണ്ട പണി പിന്നെ നമ്മളെന്നെ എടുക്കണ്ടേ? നമ്മളിപ്പോ ഒരാളെയും കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. പുതിയ ആള് വന്നാലും പഴയ ആള് വന്നാലും ഒക്കെ കണക്കന്നെ. ഈ പെരന്റെ ഉള്ളില് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. അതിനിപ്പോ നമ്മളിപ്പോ എന്ത് അസുഖമായി കിടന്നാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. അങ്ങനെ തന്നെയാണ്. സ്വന്തം പെര പോലെ ആവില്ലല്ലോ കെട്ടിച്ച പെര താത്ത. പൊന്നാര പൂവിയ, എന്നോട് ഞാനൊരു കാര്യം പറയാം. ഇങ്ങള് ഇളച്ചി മൂത്തച്ചികളൊക്കെ തന്നെയാണ്. ഞാൻ എന്തായാലും പുറത്തന്നെ ആവും. എന്റെ അമ്മായിമാക്കാണെങ്കിൽ എന്നെ കണ്ണിന് വരെ കണ്ടോടാ. എന്റെ അമ്മായിമാരുടെ വിചാരം ഈ ലോകത്ത് എന്റെ അമ്മായിമ തന്നെ നല്ല ആളുള്ളൂ എന്നാണ്. എല്ലാരോടും ഞാൻ തൊള്ളയെ പോലും കൈയിട്ടാ കടിച്ചൂലെന്ന് പറഞ്ഞ് നടക്കും. എന്റെ അമ്മായിമാരുടെ തനിക്കാണോ എനിക്കല്ലേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിഞ്ഞില്ലെങ്കിലും. ഞാൻ എന്നോട് പറയാണ്, എന്റെ അമ്മായിമാക്കേ കുറച്ച് ചായ ഉപ്പ വന്ന മരിയോളുണ്ടല്ലോ, അതിനോടുണ്ട് തോന്നണ്. ഇത് കുറച്ച് കനത്തില് നിന്നോളോട്, അപ്പളെ എനിക്ക് ഒരു വില ഉണ്ടാവുള്ളൂ ഈ പെരയില്. ഇല്ലാന്നുണ്ടെങ്കിലേ മാളൂനെ തലയിലേറ്റി നടക്കണ മാതിരിക്ക് ഓള് ഈ പൊന്നു പറഞ്ഞ മരിയോളെ തലയിലേറ്റിണ്ട് നടക്കും. അതല്ലെങ്കിലും മുട്ടയെടുക്കൽ കഴിഞ്ഞ മുതൽക്കന്നെ ഓളമ്മ തലയിലേറ്റി നടക്കുന്നുണ്ട്. ഇമ്മല്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഓളെ നല്ലോണം തലയിലേറ്റി നടക്കുന്നുണ്ട്. നമ്മളെ തലയിലേറ്റി നടന്നില്ലെങ്കിലും വേണ്ടിയില്ല. ഞാനും ഇവിടുത്തെ ഒരു മരോളാന്നുള്ളൊരു ഇത് കിട്ടിയാ മതി, പരിഗണന കിട്ടിയാ മതി എനിക്ക്. പെണ്ണിന് കത്തി തോന്നണം. എനിക്ക് അങ്ങനെ ഉമ്മനെ തലയിലേറ്റി നടക്കണം, ഉമ്മാന്റെ സ്നേഹം കിട്ടണം, അങ്ങനൊന്നുമില്ല. പക്ഷെ ഞാനും ഉമ്മാന്റെ മോന്റെ പെണ്ണുങ്ങളാന്നുള്ളൊരു ചിന്ത ഉമ്മാക്ക് ഉണ്ടായാൽ മതി. അത്ര ഉള്ളു താത്ത. അതെന്നെ പോവിയ ഞാൻ പറഞ്ഞത്. ഈ നിറവേറോടെ ഇരിക്കുമ്പോഴേ ഇച്ചിപ്പോ ഇവിടെ മിറ്റൊന്നും അടിച്ചു വരാൻ നിക്കണ്ട. ഏത് ജന്നെ എടുക്കണം എന്നുണ്ടോ? എന്താ പുതിയ മരിയോളാണിച്ചിട്ടേ ഒരു പണി ഇപ്പൊ തന്നെ എടുപ്പിക്കാൻ പാടില്ല എന്നല്ലതുണ്ടോ? ഉണ്ടാ? പൊന്നാര മോളെ, എന്റെ അമ്മായിമാരോട് ഞാൻ ആദ്യമേ പറഞ്ഞിക്കണ്, ഇമ്മല്ലാത്ത കുട്ടിയാണ്, ഇനി അങ്ങനെ വെച്ചിട്ട് നിർത്തലയിൽ കയറ്റണ്ടെന്നുള്ളത്. എത്ര ഇമ്മല്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിന്റെ താനിക്കോണം അങ്ങോട്ട് ഇട്ടു. ഇപ്പൊ എൻ്റെ അടുത്ത് എടുത്തില്ലേ, എല്ലാ പണി എന്നെ കൊണ്ട് എടുപ്പിക്കായില്ലേ?
മാള് പിന്നെ കുട്ടികളില്ല എന്നുള്ള പേരും പറഞ്ഞ് സാധാപം പറ്റിക്കാണ്ട് ഇങ്ങനെ നടക്കും. ഒരു കാര്യം ചെയ്യും, വല്ലാതെ ഇനി ഇവിടുന്ന് പ്രസവത്തിന് പോണ വരെ പണിയൊന്നും എടുക്കണ്ട പെൺകുട്ടിയെ. അല്ല ഇപ്പൊ എന്നോട് ആരെ ചോദിക്കാൻ വരികല്? എന്നോട് അങ്ങനെ ആരെങ്കിലും ചോദിക്കാൻ വരുമോ? ഇന്നോട് അങ്ങനെ ആരും ചോദിക്കാനൊന്നും വരൂല. പിന്നെ പൊന്നൂന്റെ പറഞ്ഞ എന്തായാലും താത്ത ഇന്റെ അടുത്ത് നടക്കൂല. ഞാൻ നല്ലോണം പറയും. ഓളെ ഇവിടെ വന്ന പിറ്റേന്നേ മുതൽക്ക് ഞാൻ ഓളോട് നല്ല പറയും. ഓള് ഉമ്മ ഇല്ലാത്ത കുട്ടിയാണ്, പാപ്പ ഇല്ലാത്ത കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കലില്ല. പക്ഷെ ഇവിടുത്തെ ഉമ്മാക്കും താത്താക്കും ഒക്കെയാണ് ഭയങ്കര ഓളെ നെറൂല് ഇങ്ങനെ കയറ്റി നടക്കും. ഞാൻ പിന്നെ അതങ്ങോട്ട് വല്ലാതെ മെയിൻ്റെ ചെയ്യില്ല. പിന്നെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഉമ്മ എന്നോട് പറയും, മാളു താത്താനെ കൊണ്ടൊന്ന് അടിച്ചു വരിപ്പിക്കണ്ട, ചെന്നെ അടിച്ചു വരിയാൽ മതി, വള്ളം ഉണ്ടാകുമ്പോൾ എല്ലാവരും കുമ്പിട്ട് അടിച്ചു വരണമെന്ന് പറയും. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളോടൊരു വെറുപ്പ് തോന്നണ്ട, അല്ലെങ്കിൽ പിന്നെ കണ്ണിൻ്റെ ഒരു കണ്ടൂടെ, എന്നാലും ഒരു വെറുപ്പ് തോന്നണ്ട വെച്ചിട്ട് പിന്നെ ഞാൻ കേൾക്കുകയാണ്. പിന്നെ പള്ളയുള്ള പെൺകുട്ടികൾ അടിച്ചു വരിക തന്നെ പെറുള്ളൂ, അല്ലെങ്കിൽ അടിച്ചു വരില്ലെങ്കിൽ പെറൂല. പള്ളയിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കും. പൊന്നാറ് പൂവിയ അന്നിട്ടുങ്ങാണ്ട് എല്ലാരും തിരിപ്പിച്ചിട്ടാണ്. അത് എനിക്കിപ്പോഴും മനസ്സിലാക്കിയ. കൂടുതൽ അടിച്ചു വരിയിട്ട് ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കില് അത് അനക്കന്നെയാണ് കേട്. അല്ലടി, എന്താ എന്റെ പുതിയ ഇളച്ചിക്ക് പണ്ടൊക്കെ ഉണ്ടാ? പണ്ട ഇന്റെ അത്ര ഒന്നും ഇല്ല, മാളദാതാന്റെ ഇന്റെ അത്ര ഒന്നും ഇല്ല, കുറച്ചെന്തോ ഉള്ളു. ഒരു സാധാരണ കല്യാണം പോലെയല്ല ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞിരിക്കണത്. ഉമ്മ ഇല്ല എന്നുള്ള പേരും പറഞ്ഞുകാണ്ട് ഓൾക്ക് നല്ലൊരു കിട്ടല്. അല്ലെങ്കിലും ഇജാണല്ലേ ഈ കുടുംബത്തില് കൂടുതൽ പണ്ടം കെട്ടിക്കാണ്ട് വന്നിക്കണത്. മാളൂന് അത്ര ഉണ്ടായിട്ടില്ല, ഈ പെണ്ണിനും അത്ര ഇല്ലാതെ തോന്നണ്. ഇക്കല്ലെങ്കിലും അൻ്റോടെ വെച്ചിട്ടേ ഇക്ക് അന്നെ തന്നെ മളയെ ഇഷ്ടമുള്ളൂ. ഇക്ക് മാളൂന് ഇഷ്ടമില്ല, ഇപ്പൊ ഈ വന്ന മരോളി ഇഷ്ടമില്ല. മാളൂനാന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കാണുമ്പോത്തിന് ഇങ്ങനെ മോന്ത കയറ്റി കാണ്ട നമ്മളെന്തിനാ പെണ്ണിനെ ചെയ്തമാർക്ക്. ഇജന്നെ ഈ പെരയില് നല്ലതുള്ളൂ. മാളുണ്ടല്ല ഒക്കെ കണക്കാണ്. അയ്യോ പാവാന്നെ നടന്നിട്ടേ ഉള്ളിൽ കൂടെ നല്ല വിത്തന ഉണ്ടാക്കണ്ടടി മാളു. അതൊക്കെ നല്ല അറിയാം. ഇജ് പിന്നെ അങ്ങനെയല്ല, ഇജ് നമ്മക്കൊക്കെ മറ്റമായിരിക്കാണ്. ഇജ് എല്ലാരോടും നല്ലപോലെ പെരുമാറുന്നുണ്ട്, നല്ല സ്വഭാവമാണ്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത കാക്കാനോട് പറയും, ആ പെരയിലെ രണ്ടാമത്തെ മരോള് നല്ല സ്വഭാവമാണ് എന്ന്. മറ്റുള്ളവരെ മരിക്കല്ല എന്നുള്ളത്. മൂത്തച്ചിക്ക് കുറച്ചൊരു കുശുമ്പ് കൂടുതലാണ് എന്നൊക്കെ ഈ പെരയിൽ ആദ്യം വന്നതാന്നുള്ളൊരു അഹങ്കാരാണ് എന്ന്. എനിക്ക് പിന്നെ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് എപ്പോഴും ഞാൻ പറയും എൻ്റെ കാക്കാനോട്. ഞാൻ അങ്ങോട്ട് വരൂലാച്ചിട്ട് തന്നെ നമ്മളെ കാലിന്റെ മുട്ടുമ്മക്ക് നീരിറങ്ങിയിട്ടേ കാല് വീങ്ങിക്കണടി. അതേത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാൻ വെച്ച അതേത് ഞാൻ അങ്ങോട്ട് വരൂലാച്ചിട്ടേന്ന്. പിന്നെ എൻ്റെ വിശേഷം എന്ന് അറിയാലോചിച്ചിട്ട് വന്നതാണ്. കുറ്റത്തിന് എന്നെ പുറത്ത് കണ്ടുകയും ചെയ്ത്. അല്ലടി ആബിദിപ്പേ പൊന്നൂനോട്ട് നല്ല പോലെ തന്നെ അല്ലേ? ആബിദ് പഴയ കാര്യങ്ങളൊക്കെ മറന്നാ? നിങ്ങളൊന്നും ഞാൻ ചിന്തിക്കലില്ല താത്ത. ആബിക്കേ ആ പെൺകുട്ടിനെ വിധിച്ചിട്ടില്ല. പിന്നെ ആബിദ് ഓളെ ചതിച്ചിക്കണെന്നുണ്ടെങ്കിൽ ആ ഒരു പാപം ആബിക്കന്നെ കിട്ടും. ഓളിപ്പോഴും കല്യാണം കഴിയാതിരിക്കന്നല്ലേ ഇവന് മനസ്സിലിട്ടുങ്ങാണ്ട്. ഞാൻ പിന്നെ അവൾക്കിപ്പോ വല്ലാതെ വിളിക്കലൊന്നുമില്ല. വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കും. പൊന്നൂനൊക്കെ പറ്റി പറയുമ്പോഴേ അവൾക്കൊരു ടെൻഷൻ ആവണ്ടല്ലോ എന്നാണ്. എന്നാൽ ആബിയായി ഇങ്ങനൊരു ചതി ചെയ്യുന്നുള്ളത് ചിന്തിച്ചിട്ടില്ല. ആബിനോട് അവിടെ പോയി നിൽക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നെ നമ്മക്കൊന്നും പറയാൻ പറ്റൂലല്ല, ഇളച്ചനായി പോയില്ലേ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് കയറിയതല്ലേ, പിന്നെ അതിന് പറ്റിയിട്ടാവും വെറുതെ ചർച്ചയും തർക്കവും ഇതൊക്കെ ആയിട്ട്. ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ അമ്മായിമ്മയും ഇളച്ചി മൂത്തച്ചൊന്നും കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇനി ഓരോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പോയി, ഞാൻ പിന്നെ വരണ്ടി. ഞാൻ എന്നെ കാണാലോചിച്ചിട്ട് വന്നതാണ്. കുറ്റത്തിനോട് പുറത്തുണ്ടായി പോയി ട്ടാ. ഞാൻ പറഞ്ഞ പോലെ ചെയ്താളാം. ഇവിടെ ഇല്ലല്ലോ. സംഗതി ഏറ്റ് പെണ്ണു കണക്കന്നെയാണ് ഈ പറഞ്ഞ മാതിരിക്ക്. ആ ഇമ്മല്ലാത്ത കുട്ടീനെ അങ്ങനെ അടങ്ങാറാക്കാൻ നിൽക്കുക ഈ പെണ്ണ്. എന്താ പോണ ആ പെൺകുട്ടീനെ ഒന്ന് കാണാത്ത എന്താ വഴി? ആരും ഇറ്റങ്ങളെ പുറത്ത് കാണാനില്ല. നീ പിന്നെ വന്ന് കാണാം. എന്നാലേ ഇപ്പൊ പോയി പറഞ്ഞതാ പൊന്നിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ വന്ന് കാണാം. ഇവിടെ ഉള്ളവർക്ക് മാത്രം പൊന്നൂന കാര്യമുള്ളൂ. എല്ലാവർക്കും ഇന്നെയാണ് കാര്യം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് പൊന്നൂന ഭയങ്കര കാര്യം. പാവം താത്തയാണ്. ഈ ഉമ്മാന്റെ സ്വഭാവം കാരണമാണ് ഇപ്പൊ ഈ താത്ത ഇങ്ങോട്ട് വർത്താനം പറയാൻ വരാത്തത്.
എല്ലാവർക്കും ഇന്ന ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് പൊന്നോ പൊന്നോ പൊന്നോ. പൊന്നുവാ, ചിലപ്പോ അടുത്ത മാസം ഞാൻ പോട്ടാ. പക്ഷെ എന്താ പറഞ്ഞ ആലോചിച്ചിരിക്കണേ, എത്ര അന്തം വിട്ടിരിക്കണേ ജി? ഒന്നുമില്ലക്കാ, നിങ്ങൾ എന്താ പറഞ്ഞത്? അടുത്ത മാസം എങ്ങോട്ട് പോണേ? ഞാൻ ഗൾഫ് പോണ കാര്യം പറഞ്ഞതാ. എന്താ എനിക്കൊരു വിഷമം പോലെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ? ഏയ് ഒന്നുമില്ലക്കാ. പിന്നല്ലേക്കാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കല്യാണേ ഒരു പ്രാവശ്യേ ഉറപ്പിച്ച് മുടങ്ങിയതാണ്. എന്നോട് പറഞ്ഞേ. ആര് പറഞ്ഞാലെന്തൊക്കാ, ഞാൻ ചോദിച്ചത് ശരിയാണാ? ഒരു പ്രാവശ്യം നിങ്ങളെ കല്യാണേ ഉറപ്പിച്ചുകൊണ്ടും മുടങ്ങിയതേന്നാ. അങ്ങനെ ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ്. കല്യാണമൊക്കെ മുടങ്ങിയിരിക്കുന്നു. പക്ഷെ അതൊക്കെ എന്റെ പാസ്റ്റാണ്. ഞാൻ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ ചോദിച്ചതൊക്കെ ശരിയാണ്, പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് ഇനി നമ്മളെ ഈ ബെഡ്റൂമില് അതൊന്നും ഇനി സംസാരിക്കാൻ പാടില്ല. ഞാനന്നേ പുറത്തു പോയിട്ട് വരാം. ഈ ടേബിൾ മേലാണല്ലോ ഈ പാത്രങ്ങൾ ഇവിടെ വെച്ചങ്ങാണ്ട് പൊയ്ക്കണത്. ഈ താത്തിയും പൊന്നൂടെ മാൾ താത്ത ഇപ്പൊ എവിടേക്കാ പോയത്? കാക്ക വിളിച്ചിട്ട് പോയോ? ആ പൊന്നു പൊണ്ണിനെ എടുത്തേച്ചൂടെ? ഫീത്തുണ്ട്, ഇത് ആരും എടുത്തേക്കൂല. ഇതിപ്പോ സാരിക്കാക കണ്ടുകാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. വൃത്തിയെന്നല്ല ചീറ്റൊക്കെ ഇരിക്കും. ഭാവിക്കാക്ക ആ പെൺകുട്ടിനെ മനസ്സിലാക്കി നടക്കുന്നതാണ്. പഠിച്ചാല് എന്റെ ജീവിതം ഇപ്പൊ എങ്ങോട്ട് പോണത്? ആവി റൂമിലില്ലല്ലോ, പിന്നെന്താ സങ്കടത്തിലിരിക്കണേ? എന്താ പൊന്നോ, എന്താ എനിക്കൊരു സങ്കടം പോലെ? ഒന്നുമില്ല പോയിത്താ. എടി ടേബിൾ മേലെ അതാ ആവിയൊക്കെ കുടിച്ച ചായപാത്രം തോന്നണ് അച്ചേൽക്ക് ഇരിക്കണ്. അതൊന്നും എടുത്തുവെച്ചിട്ട് പോലും ഇല്ലല്ലോ ജി. മാൾത്താത്താനും അവിടെ എവിടെയും കാണാനില്ല. കാക്ക വിളിച്ചപ്പോ ഫോൺ ചെയ്യാൻ വേണ്ടി ബാക്ക് പോയിട്ടുണ്ടാവും. ഇമ്മ പിന്നെ എവിടെയാണ്, അവിടേക്ക് പോയാണ്. അനക്കെന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ലത്താ, ഞാൻ എടുത്തുവെച്ചോണ്ട് പാത്രം. ഞാൻ ആവിക്കാക്കേ എവിടേക്കോ പുറത്തു പോകാൻ വേണ്ടി കണ്ട് ഇറങ്ങിയെന്ന്, അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ എടുത്തുവെച്ചോളാം. പൊന്നോ, കല്യാണം കഴിഞ്ഞിട്ട് പുതുമോടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇങ്ങനെ എപ്പോഴും റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലോ കേട്ടോ. ഒന്നല്ലെങ്കിൽ അയൽവാസികളൊക്കെ പറയും. ഇപ്പൊ തന്നെ നമ്മളാ 2 പേരുടെ അപ്പുറത്തുള്ള ഒരു അയൽവാസി വന്നേന്ന്. ആ അയൽവാസിന്റെ പറയണേ നിങ്ങളോടത്തെ പുതിയ മരുകളെ പുറത്തൊന്നും കാണാനില്ലല്ലോ എന്നുള്ളത്. ഇങ്ങനെ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാൻ നിക്കല്ലേ? അല്ല ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. അല്ല ഞങ്ങളെ കൂടെ പണിക്കൊക്കെ കൂടുണ്ട്. അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ. പുറത്തത്തെ ആൾക്കാർ കാണുമ്പോളേ വേറെ ആവില്ല ചിന്തിക്കല്. നമ്മള് ചിന്തിക്കണ പോലെ ആവണമെന്നില്ല പുറത്തത്തെ ആൾക്കാർ ചിന്തിക്കണം എന്നുണ്ടെങ്കിലേ. അതേ ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നിട്ട് ആബി എടുക്കെ പോയി? എന്താ എനിക്കൊരു മുഖത്തൊരു സങ്കടം? എന്താ ആബി എന്തെങ്കിലും ദേഷ്യപ്പെട്ടാ? പൊന്നോ, ഞാൻ പറഞ്ഞോണ്ട് ഒന്നും തോന്നരുതിട്ടാ. എന്നോട് ഇനി മാൾതാത്ത ആബിയോ പറഞ്ഞിക്കണോന്നൊക്കെ അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. കണ്ടുണ്ടല്ല ആബിക്കേ എന്റെ കുടുംബത്തിലൊരു പെൺകുട്ടിനെ ഇഷ്ടമായിന്ന്. അവര് നാല് മോളെ നല്ല കട്ട പ്രേമേന്ന്, പോരും ജാതി ഇഷ്ടമായിന്ന്. ഓളില്ലാതെ ബനില്ല, ഇവയില്ലാതെ ഓളില്ല എന്നുള്ള മട്ടത്തിലായിന്ന് രണ്ടാളും കൂടി. പിന്നെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടാ തോന്നണ്. രണ്ടാളും കൂടി പിന്നെ അങ്ങോട്ട് പിരിഞ്ഞ്. ആ എടുക്കാണ് പിന്നെ ഇജ് വരവും എന്നെ കാണലും പെണ്ണാലേക്കലും ഒക്കെ പാടാ എന്തായിരുന്നത്. ഓന് ഞാനോട് എന്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഇജ് കുറച്ചങ്ങോട്ട് ക്ഷമിച്ചാണ്ടിട്ടോ. ഇജ് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ആണുങ്ങളെ മനസ്സിൽ വേറെ പെണ്ണുണ്ടാവുമ്പോളേ പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഓർക്ക് നമ്മളോടൊരു ഇതൊക്കെ ഉണ്ടാവും. എന്റെ സാലുകാക്ക അങ്ങനെയല്ല കേട്ടോ. എന്റെ സാലുകാക്ക ആരെയും പ്രേമിക്കാനും ഇതിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കരയിന്ന്. ഓളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഓൾക്കും അങ്ങനെ തന്നെ. പക്ഷെ പിന്നെ എന്താണ് രണ്ടാളുടെയിലും പറ്റിയത്? എന്തോ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കാണ്. പക്ഷെ അത് ഈ പെരക്കാര് ഇവിടുത്തെ പിമ്മി എല്ലാരും കൂടി ഊതി വീർപ്പിച്ച് രണ്ടാളെ അങ്ങോട്ട് പിരിച്ച്. അല്ല ആ ക്യാപ്പിലാണെന്നല്ല ഇപ്പൊ എനിക്കൊരു ലോട്ടറി അടിച്ചമാർക്ക് നല്ലൊരു ചെക്കനെ കിട്ടാനായല്ലോ. ഇനി പോൻ എന്നോട് എന്തെങ്കിലും സങ്കടപ്പെട്ട് സംസാരിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ചെതങ്ങണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടട്ടാ. കൊറേ കഴിഞ്ഞാല് എനിക്ക് എന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇഷ്ടമില്ലെങ്കിലും കൊറേ കഴിഞ്ഞാലൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും എന്നോട്. മനസ്സിലായില്ലേ പൊന്നോ? ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞിക്കണം വിചാരിച്ചു കണ്ടിച്ച് സങ്കടപ്പെടുമൊന്നും വേണ്ട. എന്നോടൊരു മുൻകരുതൽ പറഞ്ഞതാച്ചാ. ഇപ്പൊ ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, പറയാതിരിക്കൊന്നുമില്ല. അത് അങ്ങനെ മറച്ചെക്കണ ആളാണ്. ഈ മറച്ചെക്കണതെങ്കിലേ അത് ആ പെണ്ണ് ഓന്റെ മനസ്സിന്ന് പോയിട്ടുണ്ടാവില്ല. അതാണ്. ഇക്കൊക്കെ നല്ല ഇഷ്ടേന്. എന്റെ കുടുംബക്കാരത്തി ആണേനും ഓളിങ്ങോട്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനും ഓളൊക്കെ ഒരു പെരയെ തന്നെ ആവുമ്പോള് ഞങ്ങൾക്കല്ല, ഞാൻ നല്ല ബോധി വെച്ചിന്ന്. പിന്നെന്തോ ഞങ്ങക്ക് വിച്ചത് അന്നാവും കിട്ടാനാവും. നീ അത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട. ഇജ് വന്നിട്ടേ ആ ടേബിൾ മത്തെ പാത്രം ഇതൊക്കെ എടുത്തേക്ക്. ഞാൻ കുറച്ചേരം പോയി കെടുക്കട്ടെ. എനിക്ക് ആ മിറ്റിങ്ങനെ 4 പുറ അടിച്ചോരിട്ടെ ഭയങ്കര ക്ഷീണം. എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കണം വല്ലാതെ കൊമ്പിടരുത്. പിന്നെ ഇവിടുത്തെ ഉമ്മാക്ക് മിറ്റടിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ വേറെ ആരും ഇല്ല അടിച്ചു വരാന്. അവരാരെ പേരെയും കൂടി അവരാരെന്നല്ലേ നന്നാക്കേണ്ടത്. ഇപ്പോഴും പുതുമോടി എന്നിട്ട് ഞമ്മക്കൊന്നും ഇരിക്കാൻ കഴിയൂലല്ലോ. ഇജ് അതെടുത്തേക്കിട്ടെ പാത്രം. ഞാൻ കുറച്ചേരം പോയി കിടക്കട്ടെ. സംഭവം തോന്നണം എന്തോ ഓനോളും കൂടി ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഞാൻ കൊടുത്തപ്പോ സംഭവം തന്നെ ഈ പെരയിൽ വായിക്കൂലടി. അത്ര ഇഷ്ടേ നാഭികാക്ക പെൺകുട്ടിന്. മാൾത്താത എന്നോട് പറഞ്ഞത് അങ്ങനല്ലല്ലോ. നാഭികാക്കാനോട് പെൺകുട്ടിയെ പറ്റി ചോദിച്ചപ്പോ ഒന്നും പറയാൻ വയ്യ. ആളെന്നോട് ദേഷ്യപ്പെട്ടു. എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിക്കണം. ചെറുപ്പം മുതൽ അമ്മ നഷ്ടപ്പെട്ടു. കെട്ടിയ മാപ്പിളക്കാന്നുണ്ടെങ്കിൽ വേറൊരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരുടെ വിശ്വസിച്ചു? ഒരു ഭാരമായി ഇങ്ങോട്ട് തട്ടി വിട്ടു. ഞാൻ ഇന്ന് എല്ലാരോടും പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്ന്. ഇച്ചെന്താ പെണ്ണ കരയേ? പൊന്നു ഒന്നുമില്ല വളർത്താത്ത. ഇതെന്താ പറ്റി? ഞാൻ പോണ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ കാക്ക വിളിച്ചപ്പോണ്ട് പുറത്തേക്ക് പോയതല്ലേ. അപ്പൊ ഇതിനെന്താ പറ്റി? പൂയിതാത്ത എന്തേലും പറഞ്ഞാ? അത് ആബി എന്തേലും പറഞ്ഞാ? ഒന്നുമില്ലെന്ന് എനിക്കിപ്പോ തോന്നാൻ വളർത്താത്ത. ആബികാക്ക് ഞാൻ ചേർന്ന പെണ്ണല്ലാന്ന്. എല്ലാവർക്കും കൂടി ആബികാക്കാൻ ആ പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചാ മതിയായി. ഇതിപ്പോ അല്ല എന്നോട് ആബി പറഞ്ഞിരുന്ന ജാബിക്ക് ചേരുന്ന പെണ്ണല്ല എന്നുള്ളത്? പൊന്നു എന്നോട് ഞാൻ നാള് പറഞ്ഞില്ലേ ഇങ്ങനെ കരയരുത് എന്നുള്ളത്. കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ. അതെല്ലാം ആൾക്കാത്ത. ആബികാക്ക് എന്നോട് ഇതുവരെ പറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ആബികാക്കാനോട് വെറുതൊന്ന് ചോദിച്ച് കല്യാണത്തിന് മുന്നേ എൻഗേജ്മെന്റ് നടന്നിരുന്നോന്നുള്ളത് നിങ്ങളെന്നോട് പറഞ്ഞതാണ് ഇതിനെപ്പറ്റി ചോദിക്കണ്ടെന്ന്. എന്നാലും മനസ്സിനൊരു സമാധാനം ഞാനിട്ട് ചോദിച്ചതാ. ഇജത് ആവിനോട് ചോദിച്ചാ? എന്തിനാ പൊന്നിച്ച് ചോദിക്കാൻ നിന്നത്? ഞാൻ എന്നോട് പറഞ്ഞല്ലോ പറയുമ്പോ പറഞ്ഞോട്ടെ എന്നുള്ളത്. അപ്പൊ
ആവിയാകാം ഇതിനെപ്പറ്റി സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു കണ്ടിട്ട് പുറത്തേക്ക് പോയി. അതിന്റെ പുറമെ പോയിതാ തോന്നിട്ടറിഞ്ഞു ആ പെണ്ണും ആവിയാകെ ഭയങ്കര ജീവനായിരുന്നു. എന്തൊക്കെ പറഞ്ഞു പോയി. എനിക്കിപ്പോ തോന്നാണ് എന്നെ ആരും കേട്ടിട്ടില്ല. ഇത് വെറുതെ പൊന്നു ആവിക്ക് ആ പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യാണ്. ഇഷ്ടല്ല പെണ്ണിനെപ്പോ. പിന്നെ പൂവി ഓരോന്ന് പറഞ്ഞത് ആലോചിച്ച് കണ്ടിച്ച് ടെൻഷൻ അടിക്കണ്ട. പൂവി അതെന്നെ ചൊറിഞ്ഞാട് നിക്കണം. പൂവി അന്നെ മാത്രല്ല ചൊറിച്ചില്, എല്ലാരും ഇങ്ങനെ ഇങ്ങനെ മാന്തികാട് നിന്നിട്ട് ഓൾക്ക് അതായാലും ഒരു സുഖം കണ്ടെത്തുന്ന ആളാണ്. ഈ അതിങ്ങനെ ആലോചിച്ച് കണ്ട് കരയല്ലേ. അവളവിടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അവളിത് ഇവിടെ ആരെ കാര്യത്തിലെടുക്കല്. എല്ലാം ആൾക്കാത്ത നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ചെറുപ്പം മുതൽക്ക് ഉമ്മ നഷ്ടായി. ഈ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ പല പെങ്ങന്മാർ മിഞ്ഞാന്ന് മൂത്ത അമ്മായി വന്നിട്ട് എന്തൊക്കെയോ പോയിത്താത്തനോട് പറഞ്ഞെടുത്തിട്ട് അതൊക്കെ പാട് മനസ്സിൽ വെച്ചിട്ടാണ് പോയിത്താത്തനോട് പെരുമാറുന്നത്. പോയിത്താത്തൊക്കെ ഇവിടെ വന്നേ മുതൽ പിന്നെ ഇഷ്ടമല്ല, അതൊക്കെ അറിയാം. പഠിച്ചോനെ ഈ പെണ്ണി ഇത്രക്ക് പൊട്ടിയെന്ന. എന്നാലും ഒരേട്ടത്തികളെ അഞ്ചത്തികളെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാരും അതേപോലെ കണ്ടിട്ടുള്ളു. പൊന്നോ ഈ കരച്ചിലൊന്ന് നിർത്ത്. ഈ ഇത്രക്ക് പൊട്ടിയെന്ന കുട്ടിയെ ഞാൻ എന്താ കെട്ടിന്ന് അറിയുമാൾത്താക്ക. എനിക്ക് അവിടുന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് ഇവിടുന്ന് കിട്ടിക്കോളും. എന്റെ ചെറിയ അമ്മായിക്ക് മാത്രം എന്നോടൊരു സ്നേഹം ഉണ്ടായിട്ടുള്ളൂ. അത് എപ്പോഴെങ്കിലൊക്കെ വന്ന് നിക്കോളൂ എൻ്റെ അടുത്ത്. എന്നെ നോക്കിയതും വളർത്തിയതൊക്കെ എന്റെ വല്യമ്മയാണ്. എന്റെ വല്യമ്മ പോയപ്പോ എന്റെ സുഖമൊക്കെ പോയി. ഇച്ച് പാവി ദേഷ്യപ്പെട്ടതിനാണോ ഈ കരയണത്, അതോ പൂവി ഓരോന്ന് പറഞ്ഞേനാ? എന്തിനാണ് ഈ കരയണത്? ആവി ദേഷ്യപ്പെട്ടേനേക്കാരല്ലേ? ആവിനോട് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇതെന്ത് ചെറിയ പൈതലാണ് പൊന്ന. എടി അനക്ക് താത്തായിട്ടും അഞ്ചത്തിയായിട്ടും ഒക്കെ ഞാൻ ഇല്ലേ? എന്നോട് ഞാൻ നാള് പറഞ്ഞില്ലേ എനിക്ക് ഇന്നോട് പറയും എന്ത് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന്. പിന്നെ ആവി ദേഷ്യപ്പെടണം. ഓന് പണ്ടേ അങ്ങനെ തന്നെയാണ്. മുന്നും പിന്നും ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് ദേഷ്യപ്പെടും. അത് അനക്കിപ്പോ ആദ്യമായിട്ടാണോ അങ്ങനെ ദേഷ്യപ്പെടുന്നോണ്ട് എനിക്ക് തോന്നുന്നത്? കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും ആളൊരു പാവാണ്. സത്യം പറയും, എന്തിനാ ഇപ്പൊ കരയണത്? ചെറിയ കുട്ടികളെ മാതിരി. അയ്യേ നിങ്ങൾ അങ്ങനെ നീയാന്ന് പറഞ്ഞാലും അങ്ങനൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടെ ഒരധികം പറ്റന്നെയാണ്. ഞാൻ പോവാണ് എൻ്റെ അടുത്ത്. എന്നെ ആരും നോക്കണ്ട, ആരും വേണ്ട. വല്ലാത്തൊരു പെണ്ണ്. ഇപ്പോഴും കൂടി കാക്കാനോട് എന്നെ പറ്റി പറഞ്ഞിട്ടുള്ളൂ അതൊരു പൊട്ടി പെണ്ണാണ് കാക്കോ എന്നുള്ളത്. അടുത്ത മാസം വരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്തൊക്കെ കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഇതപ്പടെ വന്നു നോക്കുമ്പോ റൂമിലിരുന്ന് കരയണ്. ചെറിയ പൈതലാണല്ലേ ഈ.